ഇന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്റെ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് പറയാൻ സ്വർഗത്തിൽ നിന്ന് ആരും വരികയല്ല. സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കെ നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് പറയാൻ ആ യേശു ആരെങ്കിലും അയക്കുമോ? ലോജിക് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ യേശു സ്വതന്ത്രരായിരിക്കെ ആ യേശു ആരെങ്കിലും വിട്ട് നിങ്ങളോട് പറയുമോ നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന്? കേട്ടില്ല. പുറകെ വരെ എത്തിയോ? അത് ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് സാക്ഷാൽ യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കെ ആ യേശു വേറെ ആരേലും അയച്ചിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, അന്നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞതാ. സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് പറയാൻ അങ്ങനെ ആരേലും യേശു വിടുവോ? അപ്പൊ നിങ്ങളോട് ബന്ധനമുണ്ടെന്ന് പറഞ്ഞവൻ ആര് വിട്ടിട്ട് വന്ന ആളല്ല. അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, യേശു പറഞ്ഞു വിട്ട ആളല്ലായിരുന്നു. പിന്നെ ആരാ? കർത്താവ് എന്തായാലും ഇത് രണ്ടും കൂടെ കർത്താവ് ചെയ്തില്ല. ഒന്നെങ്കിൽ കർത്താവ് പറഞ്ഞു വിടും നിങ്ങൾക്ക് ബന്ധനമാണെന്ന്. ഒരു ഭാഗത്ത് യേശു പറയുക, സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. അതേ വചനം തന്നെ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത പദം അറിയാവുന്ന ഒരു കരം ഉയർത്തി പറഞ്ഞു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തി. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. ആ യേശു ഇത്രയും പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ലെന്ന് പറഞ്ഞ് അതേ യേശു ഇപ്പുറത്തോട്ട് മാറിയിട്ട് ആൾക്കാരെ വിട്ട് പറയിപ്പിക്കുമോ? ചില ദോഷങ്ങളൊക്കെ വരും, തിരിച്ചടി ഉണ്ടാകും. സ്കിന്നൊന്നും അഴുകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകരുത്. വീട്ടിൽ വരുമ്പോൾ സ്കിൻ ചൊറിയാൻ തുടങ്ങും, പിന്നെ അത് പൊട്ടും, പിന്നെ അത് ഒലിക്കും, പിന്നെ അതാകെ ജീർണിക്കും. ഇത് കർത്താവിന്റെ ഉപദേശമാണോ? അറിയാവുന്നവര് പറ. യേശു സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ട് ഇപ്പുറത്തൂടെ യേശു ഒരാളെ വിട്ടിട്ട് പറയുവോ ബന്ധനമുണ്ടെന്ന് പറയുവോ? അപ്പൊ അവര് ആര് വിട്ടിട്ട് വന്നവരല്ല, കർത്താവ് വിട്ടിട്ട് വന്നതല്ല. പിന്നെ ആര് വിട്ടിട്ട് വന്നതായിരിക്കണം? നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ആര് വിട്ടിട്ട് വന്നതായിരിക്കണം? ഇനി തീരുമാനിച്ചോണോ ഇത്യാദി സാധനങ്ങളെ വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്ന്. ഹല്ലേലൂയ. ഇത്യാദി സാധനങ്ങളെ വീട്ടിൽ കയറ്റണമെന്ന്. കാരണം കർത്താവ് അയച്ചിട്ട് വന്നവരല്ല. കർത്താവ് അയച്ചിട്ട് വന്നവൻ കർത്താവ് പറഞ്ഞതേ പറയുള്ളൂ. കർത്താവ് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറ, കർത്താവ് അയച്ചിട്ട് വന്നവൻ കർത്താവ് പറഞ്ഞതേ പറയുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കുന്നു. എത്ര പേരാ